ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ഒരേ സമയം 50ലധികം ആനകളെ നിങ്ങൾക്ക് ഒരിടത്ത് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗുരുവായൂരിലെ പുന്നത്തൂർ കോട്ടയിലേക്ക് പോകുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ പുന്നത്തൂർ കോട്ട. കേരളീയ വാസ്തുവിദ്യയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ ഉള്ള ഒരു നാലുകെട്ടാണ് ഈ പുന്നത്തൂർ കോട്ട. പുന്നത്തൂർ കോട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, പണ്ടിത് പുന്നത്തൂർ രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു. 10ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു കൊട്ടാരം പരിസരം പിന്നീട് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്ത് ആനക്കൊട്ടയാക്കി മാറ്റിയതാണ്. പണ്ട് കാലത്ത് ഗുരുവായൂരിലെ ആനകളെയൊക്കെ തളച്ചിരുന്നതും അവരെ പരിപാലിച്ചിരുന്നതും ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ മുറ്റത്തായിരുന്നു. അതായത് ഇന്നത്തെ നമ്മുടെ ശ്രീവത്സം അതിഥി മന്ദിരം നിൽക്കുന്ന ആ സ്ഥലത്തായിരുന്നു. പിന്നീട് ഈ ആനകളുടെയൊക്കെ എണ്ണം വർദ്ധിച്ചപ്പോഴാണ് അവയെ സംരക്ഷിക്കാൻ കൂടുതൽ സ്ഥല സൗകര്യമുള്ളൊരു സ്ഥലം നോക്കി അവസാനം ഈ ഒരു സ്ഥലം അവർ ഏറ്റെടുത്തത്. പറഞ്ഞു കേട്ടിട്ടുള്ളത് 1975 ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ രാജകുടുംബത്തിൽ നിന്ന് 20 ലക്ഷം രൂപയ്ക്ക്, വെറും 20 ലക്ഷം രൂപയ്ക്കാണ് ഈ കൊട്ടാരവും ഭൂമിയും വാങ്ങിയത്. പിന്നീട് ക്ഷേത്രത്തിലെ ആനകളെ ഇങ്ങോട്ടേക്ക് മാറ്റി പുന്നത്തൂർ കോട്ട പിന്നീട് പുന്നത്തൂർ ആനക്കോട്ട ആയി മാറുകയും ചെയ്തു. ഇത് പഴയ രാജാക്കന്മാരുടെ കൊട്ടാരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു കൊട്ടാരത്തിൽ നല്ല രസമാണ്. ഇതിൻ്റെ ഉള്ളിൽ ചുവരുകളിലൊക്കെ പഴയ കാലത്തെ മനോഹരമായ ചുവർച്ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പം ചെറിയ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, നമുക്ക് കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ ആനകളുടെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണ്. 40 മുതൽ 50 വരെയുള്ള ആനകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. പണ്ട് 60 വരെയുള്ള 60 എണ്ണം ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനത്താവളങ്ങളിൽ ഒന്നാണ് ഈ പുന്നത്തൂർ ആനക്കോട്ട എന്ന് പറയുന്നത്. നമുക്കിവിടെ ഗജപൂജയും ആനയൂട്ട് പ്രസാദം ഒക്കെ കാണാനായിട്ട് പറ്റും. ഗജപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനകളെ ഗണപതി ഭഗവാനായിട്ട് കണ്ട് പൂജിക്കുന്നതിനെയാണ് ഗജപൂജ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. വലിയ ഉരുളകളൊക്കെ ആക്കി അവയിൽ മഞ്ഞൾപ്പൊടിയും ശർക്കരയും നെയ്യും ഒക്കെ ചേർത്താണ് നൽകുന്നത്. ആനകളുടെ ആരോഗ്യം നിലനിർത്താനും അവയ്ക്ക് പരിപാലനം നൽകാനും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശസ്തമായ സുഖചികിത്സയൊക്കെ നടത്തുന്ന ആളുകളും ദേവസ്വത്തിൻ്റെ ഓഫീസും ആനയ്ക്ക് വേണ്ടിയുള്ള വെറ്റിനറി ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്ന ഓഫീസും എല്ലാം തന്നെ ഈ ആനക്കോട്ടയുടെ ഉള്ളിലാണുള്ളത്. വളരെ മനോഹരമായ രീതിയിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. സന്ദർശകർക്ക് റൗണ്ട് ചെയ്ത് നടന്ന് കാണാൻ പറ്റും. ആന കുളിക്കുന്നതും അവരെ പരിപാലിക്കുന്നതും. ഒരു ആനയ്ക്ക് കുറഞ്ഞത് 3 പാപ്പാന്മാരാണുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷനും ഒക്കെ കാണുമ്പോൾ ഭയങ്കര മനസ്സിന് കുളിർമയാണ്. അതോടൊപ്പം തന്നെ നല്ല ചൂട് സമയത്താണെങ്കിൽ പോലും ഈ പുന്നത്തൂർ ആനക്കോട്ടയ്ക്കകത്തൂടെ നടക്കുമ്പോൾ ഒരു തണുപ്പാണ്. കാരണം ഈ ആനകൾക്ക് കഴിക്കാനായിട്ടുള്ള പനമ്പട്ടയ്ക്കും ഓലയ്ക്കും ഒക്കെ വേണ്ടി ഒരുപാട് പനകൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആനക്കോട്ടയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു പച്ചപ്പും ഹരിതാപവുമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആനയായ ഭാരം കൂടിയ ആനയായ നന്ദന് ഇവിടെയാണുള്ളത്, പുന്നത്തൂർ ആനക്കോട്ടയിലാണുള്ളത്. ഈ അടുത്തിടെ നന്ദന് കുറച്ച് പാദരോഗമൊക്കെ ഉണ്ടായിരുന്നു, ഭേദപ്പെട്ട് വരുന്നു. ഒരുപാട് ആനകൾ, നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആനകളെ നമുക്ക് ഒന്നിച്ച് അടുപ്പിച്ച് കാണാൻ പറ്റും. ബാലുവും ബൽറാമും ദേവിയും ലക്ഷ്മിയും ഒരുപാട് ആനകളുണ്ട്. രസമാണ്. ചില ആനകൾ വളരെ വികൃതികളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആനകളുടെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ പുന്നത്തൂർ ആനക്കോട്ടയിലെ വിവരങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക, ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്യാം. ഇത് നമ്മുടെ ബാലുവാണ് കേട്ടോ കുളിക്കുന്നത്. ഇന്ന് നടന്ന ആനയോട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കുളിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇന്നലെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് 2026 ഗുരുവായൂരിലെ ചരിത്രപ്രസിദ്ധമായ ആനയോട്ടം നടന്നു. ആനയോട്ടത്തിൽ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് നമ്മുടെ രവികൃഷ്ണനാണ്. ബാലു സെക്കൻഡ് പ്രൈസാണ് അടിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. പ്രവേശന ഫീസുണ്ട്. അത് നിങ്ങൾക്ക് നടന്ന് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വണ്ടിയുണ്ട്, വണ്ടിയിൽ പോയി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ വണ്ടി പോയി കാണാനായിട്ടുള്ള സൗകര്യമുണ്ട്. പ്രവേശന ഫീസ് അഡൽട്ടായിട്ടുള്ള ആൾക്കാർക്ക് 20 രൂപയാണ്. നമ്മൾ ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 25 റുപ്പീസാണ് അതിൻ്റെ ഫീസ്. സ്റ്റിൽ ക്യാമറയാണെന്നുണ്ടെങ്കിൽ 100 റുപ്പീസ് എടുക്കാൻ പറ്റും. 100 അല്ല 50 റുപ്പീസ് വെച്ചിട്ടുണ്ട്. 2 എണ്ണത്തിന് 100 അങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ടിക്കറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുക. ഒരുപാട് ഡാൻസ് കളിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഈ പോകുന്നതാണ് ആ വണ്ടി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ അതിൽ കയറി പോകാനായിട്ട് പറ്റും. അപ്പോൾ നടന്ന് ബുദ്ധിമുട്ടണ്ട, ഇങ്ങനെ കണ്ട് പോകാം. അപ്പോൾ പുന്നത്തൂർ ആനക്കോട്ടയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പോയപ്പോൾ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. അതിൻ്റെ കൂടെ ആനക്കോട്ടയിലെ ഒരു ചരിത്രം പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോ നിങ്ങളൊക്കെ കാണുക കേട്ടോ.